PFI ഹർത്താലിനിടെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ സർക്കാർ റിപ്പോർട്ട് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, CP മുഹമ്മദ് നിയാസ് എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. സംസ്ഥാനത്ത് 248 പേരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചത്. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, വ്യാപകമായ റെയ്ഡും കണ്ടുകെട്ടലുമായിരുന്നു നടന്നു വന്നിരുന്നത്. എന്തായാലും ഈ കേസിൽ സർക്കാർ റിപ്പോർട്ട് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ കേസിന്റെ പ്രത്യേകതകൾ? ഫിജി, ഈ പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ നടത്തിയ മിന്നൽ ഹർത്താലുമായി ബന്ധപ്പെട്ടാണ് ആ കേസിൽ അന്ന് ആ ഹർത്താലിലുണ്ടായ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ കഴിഞ്ഞ ആഴ്ചയാണ് കോടതി അന്ത്യശാസനം നൽകിയത്. ഇത് പൂർത്തിയാക്കി, ഈ കണ്ടുകെട്ടൽ നടപടികൾ പൂർത്തിയാക്കി 23-ന് റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശമായിരുന്നു അന്ന് കോടതി അന്ത്യശാസനമായി നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി സംസ്ഥാന വ്യാപകമായി തന്നെ കേസിലെ പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി അതിന്റെ ജില്ല തിരിച്ചുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരമാണ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിൽ 248 പേരുടെ സ്വത്തുവകകൾ കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് കണ്ടുകെട്ടി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ് 126 പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. അക്കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ടാണ് ഇന്നലെ കോടതിയിൽ ഓരോ ജില്ലയിലും എത്ര പേരുടെ ആരുടെയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് എന്നത് സ്വത്തുക്കൾ കണ്ടുകെട്ടി എന്നത് ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് ഇന്നലെയാണ് സമർപ്പിച്ചത്. ഇന്നിപ്പോൾ ആ കേസ് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ജസ്റ്റിസ് ജയശങ്കർ നമ്പ്യാരും അതുപോലെ CP മുഹമ്മദ് നിയാസും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ കോടതി എന്ത് പറയുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഹർത്താലിന് മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഹർത്താൽ നടക്കുന്നത്. പക്ഷേ ഏപ്രിലിൽ കൊല്ലപ്പെട്ട പാലക്കാട്ടെ SDPI പ്രവർത്തകൻ സുബൈറിന്റെ വീടും ഈ ജപ്തി ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില പിഴവുകൾ, അതുപോലെ തന്നെ മലപ്പുറത്ത് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ പേര് മാറി ഇത്തരത്തിൽ ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം ചില ആക്ഷേപങ്ങളും ഈ ജപ്തി നടപടിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ അതും കോടതിയുടെ പരിഗണനയിലേക്ക് വരും. അപ്പോൾ അതും വരുമ്പോൾ എന്തായിരിക്കും കോടതി ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് പരിഗണിക്കുന്ന എല്ലാ ഘട്ടത്തിലും തന്നെ ഈ സ്വത്ത് കണ്ടുകെട്ടൽ നടപടികൾ വൈകുന്നതിനെതിരെ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കോടതി ഉയർത്തിക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ അവസാനമാണ് അന്ത്യശാസനം നൽകുന്നത്. 23-നുള്ളിൽ ഈ നടപടികൾ പൂർത്തിയാക്കണം എന്നൊരു നിർദ്ദേശം കോടതി സർക്കാരിന് നൽകുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് മുൻകൂർ നോട്ടീസ് നൽകാതെ കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ആ നടപടികൾ സംസ്ഥാന വ്യാപകമായി പൂർത്തിയാക്കുന്നത്. സെപ്റ്റംബറിൽ നടന്ന ഹർത്താലാണ്. പിന്നീട് കോടതി അതിൽ ഈ സ്വത്തുക്കൾ 5.2 കോടി രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ചു എന്നാണ് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട കേസിൽ ഉള്ളത്. ഈ നഷ്ടം ഈ ഹർത്താൽ നടത്തിയവരിൽ നിന്നും ഈ കേസിൽ പ്രതികളായവരിൽ നിന്നും ഈടാക്കണമെന്നാണ് കോടതി നൽകിയ നിർദ്ദേശം. അവർ ആ നഷ്ടപരിഹാര തുക അടയ്ക്കാത്ത പക്ഷം അവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടണമെന്നായിരുന്നു കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പക്ഷേ നടപടികൾ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോഴും ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ 23-ന് മുമ്പ് പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ഇന്ന് വീണ്ടും ആ കേസ് പരിഗണിക്കും. ഫിജി, പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിനിടെ പൊതുമുതൽ നശിപ്പിച്ച കേസിൽ സർക്കാർ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്.